ഇന്ത്യയിൽ 2031 ആകുമ്പോഴേക്കും 40% പേരും മിഡിൽ ക്ലാസ് ആയിരിക്കും. അതായത് ഇന്ത്യയിലെ ഏകദേശം പകുതിയോളം ആളുകൾ മിഡിൽ ക്ലാസ് ട്രാപ്പിലാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിക്കുന്ന ഒരാൾ മിഡിൽ ക്ലാസ് ആയി തന്നെ മരിക്കുന്നതിന് കാരണം എന്താണ്? 500 മില്യൺ ആളുകളെ മിഡിൽ ക്ലാസ് ട്രാപ്പിലാക്കി വെച്ചിരിക്കുന്നത് എന്താണ്? പണമില്ലാത്തതുകൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ അല്ല ഒരാൾ മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്നും പുറത്തു കടക്കാത്തത്. പകരം കയ്യിലുള്ള പണം കൃത്യമായി മാനേജ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ്. പണം എങ്ങനെ മാനേജ് ചെയ്യണമെന്നതിനെ പറ്റിയുള്ള അറിവ് വീട്ടിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ലഭിക്കാത്തതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ രാജ്യത്തെ മിഡിൽ ക്ലാസ് ആളുകളെ മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്നും പുറത്തു കടക്കാൻ സഹായിക്കുന്ന കുറച്ച് സ്റ്റെപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫിനാൻഷ്യൽ ലിറ്ററസിയെ പറ്റി ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ ഡേവിഡ് ബാച്ചിന്റെ പുസ്തകമായ ദ ഓട്ടോമാറ്റിക് മില്യണയറിൽ നിന്നും നിങ്ങളെ മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്നും പുറത്തെത്തിച്ച് മില്യണയർ ആക്കാൻ സഹായിക്കുന്ന മികച്ച കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതാണ്. വീഡിയോ കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന് കമന്റ് ചെയ്യുക. അതിനു മുമ്പായി ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കാം. നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര തന്നെ പണം സൂക്ഷിച്ചു വെച്ചാലും നമ്മുടെ ബജറ്റ് അട്ടിമറിക്കാൻ ശേഷിയുള്ള നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതും ഒഴിവാക്കാൻ കഴിയാത്തതുമായ പല ചിലവുകളും വരാം. ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. എങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാനായി ഒരു മുൻകരുതൽ എടുക്കാൻ പറ്റും. ഈ ഒരു മുൻകരുതലാണ് ടേം ഇൻഷുറൻസ് പോളിസി. വെറും 473 രൂപ മുതൽ തുടങ്ങുന്ന മന്ത്ലി പ്രീമിയമുള്ള അഫോർഡബിളായ പോളിസി സ്കീംസ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ഓൺലൈൻ പോർട്ടൽ വഴി നിങ്ങൾക്ക് കണ്ടെത്താം. ഇവിടെ 1 കോടി വരെയുള്ള ഇൻഷുറൻസ് കവർ ലഭ്യമാണ്. പോളിസികൾക്ക് സെക്ഷൻ 80C അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 1.5 ലാക്ക് വരെ ടാക്സ് റിബേറ്റും നേടാവുന്നതാണ്. പക്ഷേ സാധാരണഗതിയിൽ ഏജന്റ് വഴിയും ബാങ്ക് വഴിയുമൊക്കെ ടേം ഇൻഷുറൻസ് എടുക്കാൻ ഒട്ടേറെ കടമ്പകളുണ്ട്. എന്നാൽ ഇതൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് പറ്റിയ ടേം ഇൻഷുറൻസ് പോളിസി ഒരുപാട് ഓപ്ഷൻസ് കമ്പയർ ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് മുഖേന പോളിസി ബസാർ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഇങ്ങനെ പോളിസി ബസാർ വഴി നിങ്ങളെടുക്കുന്ന ഓൺലൈൻ പോളിസിയിൽ 10% ഡിസ്കൗണ്ടും നേടാം. 1 കോടി വരെയുള്ള ഇൻഷുറൻസ് കവർ ഇവിടെ ലഭ്യമാണ്. ഇൻഷുറൻസുമായി നേരിട്ട് ഇടപഴകാതെ പോളിസി ബസാറിൽ നിന്ന് തന്നെ 24/7 ക്ലെയിം അസിസ്റ്റൻസ് നിങ്ങൾക്ക് ലഭിക്കും. 80 വയസ്സ് വരെ കവറേജ് ലഭിക്കുന്നു. 50ഓളം വരുന്ന ഗുരുതര രോഗങ്ങൾ ഈ ടേം പ്ലാനിലൂടെ കവർ ചെയ്യപ്പെടുന്നു. പോളിസി ബസാർ ഒരു ഓൺലൈൻ പോർട്ടൽ ആയതുകൊണ്ട് ഓഫ്ലൈനായി പ്രീമിയം എടുക്കുമ്പോഴുള്ള ചിലവുകൾ കുറയ്ക്കുന്നു. പ്രീമിയത്തിന്റെ തുകയും ഓഫ്ലൈനിലേത് അപേക്ഷിച്ച് കുറവാണ്. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് 51 ഇൻഷുറൻസ് പാർട്ട്നേഴ്സിന്റെ വ്യത്യസ്തമായ പ്ലാൻസിൽ നിന്നും നിങ്ങൾക്ക് മികച്ചതെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ബാക്കി പറയാം. എഴുത്തുകാരൻ പ്രൊഫഷണലിയുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായിരുന്നു. യൗവനങ്ങളിൽ തന്നെ അദ്ദേഹം മുതിർന്ന ആളുകൾക്ക് ഫിനാൻഷ്യൽ അഡ്വൈസസ് നൽകുമായിരുന്നു. ഡേവിഡിന്റെ ഒരു സ്റ്റുഡന്റ് അദ്ദേഹത്തിൽ നിന്നും ഫിനാൻഷ്യൽസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയുമായി ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞ് ഡേവിഡ് അയാളെ പറഞ്ഞയച്ചു. പിറ്റേന്ന് അവർ കുടുംബമായി ഓഫീസിൽ എത്തുകയുണ്ടായി. അവരെ കണ്ടാൽ സാധാരണക്കാരെ പോലെ തന്നെയാണ് തോന്നുക. ഭർത്താവിന്റെ പേര് ജിം എന്നും ഭാര്യയുടെ പേര് സൂസൻ എന്നുമായിരുന്നു. ജിം ഒരു 50 വയസ്സുകാരനായിരുന്നു. അദ്ദേഹം ഡേവിഡിനോട് താൻ 30 വർഷമായി ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നും വാർഷിക വരുമാനം $40,000 ആണെന്നും പറഞ്ഞു. അമേരിക്കയിൽ ഇതൊരു ശരാശരി സാലറിയാണ്. ഡേവിഡ് അവരോട് റിട്ടയർമെന്റിനായി പൈസ കരുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ കുറച്ച് പേപ്പേഴ്സ് എടുത്ത് അദ്ദേഹത്തിന് നൽകി. അത് പരിശോധിച്ചപ്പോൾ ഡേവിഡിന് മനസ്സിലായ കാര്യങ്ങളാണ്. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ $4 ലക്ഷം ഉണ്ട്. അവർക്ക് യാതൊരു തരത്തിലുള്ള ലോണുകളുമില്ല. 2 വിലപിടിപ്പുള്ള വീടുകളുണ്ട്. അതിൽ ഒരെണ്ണം അവർ താമസിക്കുന്നതും മറ്റേത് വാടകയ്ക്ക് നൽകിയിരിക്കുന്നതുമാണ്. തുടങ്ങിയവയൊക്കെ അവരുടെ ഫൈനാൻസ് സ്ട്രോങ് ആണ്. ഇതൊക്കെ കണ്ടിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ മക്കൾ ചിലവുകൾ എങ്ങനെയാണ് നോക്കുന്നത്? കുട്ടികൾ കോളേജിലാണ്, അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർ തന്നെയാണ് നോക്കുന്നത് എന്ന് അവർ മറുപടി നൽകി. ബേസിക്കലി അവരുടെ എക്സ്പെൻസ് കുറവും ഇൻകം കൂടുതലുമായിരുന്നു. അവരുടെ നെറ്റ് വർത്ത് $1 മില്യൺ കൂടുതലാണെന്ന് കണക്കെടുപ്പിലൂടെ ഡേവിഡിന് മനസ്സിലായി. ആവറേജ് സാലറി നേടിക്കൊണ്ട് തന്നെ എങ്ങനെ ഇവർ മില്യണേഴ്സായി എന്നത് ഡേവിഡിനെയും അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഇവർക്ക് ഉപദേശം നൽകുകയല്ല, ഇവരിൽ നിന്നും പഠിക്കുകയാണ് വേണ്ടതെന്ന് ഡേവിഡ് മനസ്സിലാക്കി. താൻ പറയുന്ന കാര്യങ്ങൾ ഇവർ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്ന കാര്യം ഡേവിഡ് ആ ദമ്പതികളോട് ചോദിച്ചു. ഇതിന് മറുപടിയായി അവർ ജീവിതത്തിൽ പിന്തുടർന്ന 5 പാഠങ്ങളാണ് ഡേവിഡിനും പറഞ്ഞു കൊടുത്തത്. ഈ പാഠങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെസൺ 1: പേ യുവർ സെൽഫ് ഫസ്റ്റ്. എല്ലാ തവണയും മാസം ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക മാറ്റിവെക്കണമെന്ന് ആ ദമ്പതികൾ തീരുമാനിക്കാറുണ്ടായിരുന്നു. എന്നാൽ അവർ ഇത് പ്രാവർത്തികമാക്കുന്നതിൽ എല്ലാ തവണയും പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. സൂസൻ അവരുടെ അമ്മയോട് ഈ കാര്യം പറഞ്ഞു. അമ്മ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമായി പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന റൂൾ പറഞ്ഞു കൊടുത്തു. അതായത് എത്ര രൂപയാണോ മിച്ചം പിടിക്കേണ്ടത് അത്രയും തുക ഏറ്റവും ആദ്യം തന്നെ മാറ്റിവെക്കേണ്ടതാണ്. ബാക്കിയുള്ള തുക മറ്റു ചിലവുകൾക്കും ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുക. നമ്മൾ മനുഷ്യരാണ്. നാം ലോജിക്കിനെ അടിസ്ഥാനമാക്കിയല്ല, പകരം ഇമോഷൻസിനെ അടിസ്ഥാനമാക്കിയാണ് ചിലവാക്കുന്നത്. അതുകൊണ്ടാണ് ചിലവുകൾക്ക് ശേഷം പണം മിച്ചം പിടിക്കുക എന്നത് ബുദ്ധിമുട്ടായി തീരുന്നത്.
അതുകൊണ്ട് പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന ഈ നിയമം പിന്തുടരുന്നത് നിശ്ചിത തുക സേവ് ചെയ്യുന്നതിന് മികച്ചൊരു തീരുമാനമാണ്. ജീവിതം ഒന്നേയുള്ളൂ എന്ന ചിന്താഗതിയിൽ കടം വാങ്ങി അടിച്ചു പൊളിക്കുന്നത് അവസാനം നിങ്ങളെ മിഡിൽ ക്ലാസ് ജീവിതത്തിൽ തന്നെ തുടരാൻ നിർബന്ധിതനാക്കും. അതുകൊണ്ട് ഈ മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്നും പുറത്തു വരുന്നതിനായി ഇപ്പോൾ തന്നെ നിക്ഷേപിച്ചു തുടങ്ങുന്നതാണ് നല്ലത്. നിങ്ങൾ ചെയ്യുന്നത് ബിസിനസ് ആണെങ്കിലും ജോബ് ആണെങ്കിലും ലഭിക്കുന്ന തുകയുടെ 10% കൺസിസ്റ്റന്റായി സേവ് ചെയ്യുക. എന്നിട്ട് ആ തുകയെ റിസ്ക് കുറവുള്ള എന്നാൽ നല്ല രീതിയിൽ റിട്ടേൺസ് ലഭിക്കുന്ന ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുക. ലെസൺ 2 ഡേവിഡ് അവരിൽ നിന്നും പഠിച്ച രണ്ടാമത്തെ പാഠമായിരുന്നു പുട്ട് ഇറ്റ് ഓൺ ഓട്ടോമാറ്റിക്. ജിമ്മിനും സൂസിനും നിന്നും പണം സേവ് ചെയ്യുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നു. കാരണം അവർ സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ ഒന്നിലും പണം നിക്ഷേപിക്കുന്നുണ്ടായിരുന്നില്ല. ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ തന്നെ ഒരു റിട്ടയർമെന്റ് പ്ലാനിലാണ് അവർ പണം നിക്ഷേപിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് നിശ്ചിതമായ തുക പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള തുകയാണ് ശമ്പളമായി ലഭിച്ചിരുന്നത്. പണം മിച്ചം പിടിക്കുന്നതിനെ ഒരു ഓപ്ഷനായി കാണുന്നതുകൊണ്ട് മിക്കവാറും പേർ അതിൽ പരാജയപ്പെടുന്നു. ഇതിന് പിന്നിലും ഒരു സൈക്കോളജിക്കൽ റീസൺ ഉണ്ട്. ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള വില്ലിംഗ്ലെസ് കപ്പാസിറ്റിയാണുള്ളത്. നമുക്കിഷ്ടമുള്ള ഒരു നല്ല കാര്യം വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മുടെ വില്ലിംഗ്ലെസ്സിൽ അത് ചിലവഴിക്കപ്പെടുന്നുണ്ട്. പണം സേവ് ചെയ്യുമ്പോഴും ഇത് സംഭവിക്കുന്നു. ഇത്തരത്തിൽ മറ്റു പല കാര്യങ്ങൾക്കുമായി നാം വില്ലിംഗ്ലെസ് ഉപയോഗിക്കുന്നതിലൂടെ പണം മിച്ചം പിടിക്കുന്നതായി നമ്മുടെ ഉള്ളിൽ താല്പര്യം ബാക്കി ഉണ്ടാവുന്നതേയില്ല. പൈസ സേവ് ചെയ്യേണ്ടത് ഒരു ഓപ്ഷന്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലില്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം നിങ്ങൾക്ക് സേവ് ചെയ്തതിന് ശേഷമുള്ള തുകയാണ് ലഭിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഒരു റെഗുലർ ഇൻവെസ്റ്റർ ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ബാങ്കിന്റെ സെറ്റിംഗ്സിൽ ചെന്ന് ഓട്ടോപേ സംവിധാനം ആവശ്യമുള്ള കാര്യങ്ങളിൽ ഓൺ ചെയ്തു വെക്കുക. ലെസൺ 3 ദ ലേറ്റ് ഫാക്ടർ. സാമ്പത്തിക ലോകത്തിലെ ഒരു വലിയ പദമാണ് ദ ലേറ്റ് ഫാക്ടർ. അമേരിക്കയിൽ ആളുകൾ ദിവസവും കോഫി വാങ്ങി തന്നെ $10 മുതൽ $20 വരെ ചിലവാക്കുന്നത് സാധാരണമാണ്. അതായത് അനാവശ്യമായ ചിലവിനെയാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം കോഫി വീട്ടിലുണ്ടാക്കി കുടിക്കാവുന്ന ഒന്നാണ്. എന്നിട്ട് നിങ്ങൾ പുറത്തുപോയി പണം ചിലവാക്കി വാങ്ങിക്കുടിക്കുന്നു എങ്കിൽ അത് അനാവശ്യ ചെലവാണ്. സ്മോക്കിംഗ്, ഡ്രിങ്കിംഗ്, ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയവയിൽ ചിലവാക്കിയില്ലെങ്കിലും യാതൊരുവിധ ബുദ്ധിമുട്ടും വരുത്താത്ത എക്സ്പെൻസിനെ നമുക്ക് ദ ലൈറ്റ് ഫാക്ടർ എന്ന് പറയാം. ഇത്തരത്തിലുള്ള അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. ലെസൺ 4 ഫൈൻഡ് യുവർ ഡ്രീം അക്കൗണ്ട്. നമുക്കെല്ലാവർക്കുമുള്ള ഒരു ചിന്തയാണ് വരുമാനത്തിലെ 10 മുതൽ 20% ആദ്യമേ തന്നെ മാറ്റിവെക്കുകയാണെങ്കിൽ പിന്നീടുള്ള നമ്മുടെ ലൈഫ് ക്വാളിറ്റി കുറയ്ക്കേണ്ടതായി വരും എന്നത്. ഇതിനും ഒരു പരിഹാരമുണ്ട്. നിങ്ങൾ സേവ് ചെയ്യുന്ന അക്കൗണ്ട് അല്ലാതെ മറ്റൊരു അക്കൗണ്ട് കൂടെ തുറക്കുക. അതിന് പേരായിരിക്കണം ഡ്രീം അക്കൗണ്ട്. റിട്ടയർമെന്റിനായി നിങ്ങൾ പണം സമ്പാദിക്കാറുണ്ട്. അതേ രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള ഒരു നിക്ഷേപവും കൂടി തുടങ്ങുക. നിങ്ങൾക്ക് നല്ലൊരു ബൈക്ക് വാങ്ങണം, വിദേശത്തേക്ക് യാത്ര പോകണം, ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായി ലോൺ എടുക്കുന്നതിന് പകരം സ്വന്തം ഡ്രീം അക്കൗണ്ടിൽ ആ ആഗ്രഹം സാധിക്കുന്നതിനായി പണം സമ്പാദിക്കുക. വരുമാനത്തിന്റെ മറ്റൊരു 10% ഇതിനു വേണ്ടി മാറ്റിവെക്കുക. ആദ്യമൊക്കെ ഇത് ബുദ്ധിമുട്ടായി തോന്നും. എന്നാൽ ലോണുകളോ മറ്റോ ഇല്ലാതെ സ്വന്തം ആഗ്രഹം നിങ്ങൾ സാധ്യമാക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും. ഇനി നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോയാൽ കൂടി നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ്സൊന്നും ഉണ്ടാകില്ല. അതിന് കാരണം നിങ്ങളെ ആ സമയത്ത് സഹായിക്കാൻ പോകുന്ന നിങ്ങളുടെ ഡ്രീം അക്കൗണ്ടിലെ സേവിങ്സ് ആണ്. നമ്പർ 5 ബൈ അസെറ്റ്സ്. ജിമ്മിനും സൂസിനും അവരുടെ ഭാവിയെ പറ്റി വലിയ ആകുലതകളൊന്നുമില്ലായിരുന്നു. കാരണം അവർ റിട്ടയർമെന്റിനായി സേവ് ചെയ്ത തുക അവരുടെ പക്കലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ കയ്യിൽ മറ്റൊരു വീടും ഉണ്ടായിരുന്നു. അതിന്റെ വാടക ഇനത്തിൽ വരുമാനവും ലഭിക്കുന്നുണ്ടായിരുന്നു. ഈ ലോകത്തിലെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് റിയൽ എസ്റ്റേറ്റിനെയും വീടിനെയും ഏറ്റവും മികച്ച ഒരു നിക്ഷേപമായാണ് പരിഗണിച്ചിട്ടുള്ളത്. എക്സ്ട്രാ വീടുള്ളതിന് 2 ഗുണങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, വീടിന് വില എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തേത്, വാടകയ്ക്ക് കൊടുത്താൽ കൃത്യമായ വരുമാനം ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള വരുമാന സ്രോതസ്സുകൾ കാരണം അപ്രതീക്ഷിതമായി വരുന്ന ചിലവുകളൊക്കെ സ്ട്രെസ് ഇല്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് എപ്പോഴും ആസ്തി വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്തുടർന്ന് നിങ്ങളും നിക്ഷേപങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ടീം ഇൻഷുറൻസ് എടുക്കുന്നതിനെയും പരിഗണിക്കുമെന്ന് കരുതുന്നു. അതിനായി വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നു. കുടുംബത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നതിനെ പറ്റി എപ്പോഴേ ചിന്തിക്കുക.